ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷർട്ടിന് എങ്ങനെയാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ മെഷീനൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ബട്ടൺ ഹോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് ഒരു 2.5 ഇഞ്ച് അടയാളത്തിൽ ഒരു 2.5 ഇഞ്ച് അകലമിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. അതായത് ഓരോ ബട്ടൺ ഹോളിനും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് 2.5 ഇഞ്ച് ആയിരിക്കണം. ഇത് വലിയ ഷർട്ടിൻ്റെ അളവാണ് കേട്ടോ. നമുക്ക് 2 ഇഞ്ച് എടുക്കുന്നവരും ഉണ്ട്. പിന്നീട് അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ ഒന്ന് മടക്കി പിടിച്ചുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യാം. ഒരു ചെറിയൊരു കട്ട് കണ്ടോ, ഇത് ഇച്ചിരി ചെറുതായിപ്പോയി. ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് ഈ ബട്ടൺസ് ഉണ്ടല്ലോ, ബട്ടൺസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് ഇനി നമുക്കത് തയ്ച്ചെടുക്കാം. കണ്ടോ, ഫസ്റ്റ് നമ്മൾ നീഡിലിനെ അടിക്കൂടി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഈ കണ്ടോ ഇതുപോലെ അടിയിലൂടി ഇങ്ങനെ കുത്തിയെടുത്ത് ഈ ത്രെഡിനുള്ളിലേക്ക് കയറ്റി നമ്മൾ വലിച്ചെടുക്കുക. കണ്ടോ, അതായത് അടിയിലൂടെ നൂല് കുത്തി മുകളിലേക്കെടുത്ത് ത്രെഡിനകത്തൂടെ കയറ്റി വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു കെട്ടി വീഴും, ഒരു ടൈ വീഴും. ഇതൊരു ബ്ലാക്ക് കളർ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വ്യക്തമാകാത്തത്. എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, അകത്തൂടെ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഒരു കെട്ടി വീഴും കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഫുള്ള് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഈ ത്രെഡ് നമ്മൾ ലെങ്തുള്ള ത്രെഡൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കെട്ടൊന്നും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ പതുക്കെ തയ്ച്ചെടുക്കാം. അതിനെ ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് വിട്ട അത് ചുറ്റും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. എങ്കിൽ മാത്രമേ എനിക്കത് തിരുത്തി ഇനി വരുന്ന വീഡിയോസും എനിക്ക് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, അപ്പം നമ്മൾ അത് തയ്ച്ചെടുത്ത് തീർന്നിരിക്കുകയാണ്. അത് ചുറ്റും നമ്മളതാണ്ട് തയ്ച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഫൈനൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മളിത് കോളറിൻ്റെ ഭാഗത്തുള്ള ബാക്കിയെല്ലാം നമ്മൾ തയ്ച്ചെടുത്തു കേട്ടോ. ഇത് കോളറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ ഇതിന് ഐ വരിക എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ബട്ടൺ ഹോളെന്നും പറയും, ഐ വരിയെന്നും പറയും. അപ്പം ഈ ഒരു കോളറിൻ്റെ ഭാഗത്തുള്ള ബട്ടൺ ഹോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ലാസ്റ്റ് വരെ നമ്മൾ തയ്ച്ച് തീരാറായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോയി നമുക്ക് ടൈ ചെയ്തെടുക്കാം. അത് ടൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിലത് മുറുക്കി നമ്മളത് കെട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ടൈ ചെയ്യുക. പിന്നീട് കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ. തന്നെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാം. ഇനി ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ബട്ടൺ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഇതുപോലെ ആ ബട്ടൺ ഹോളിനുള്ളിലൂടെ നമുക്ക് മാർക്ക് ചെയ്യാം ഒരു പെൻസിലെടുത്ത്. കണ്ടോ, ഇനി ഈ ഓരോ മാർക്കിലും നമുക്ക് ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലെ തന്നെ ഓരോ ബട്ടണായിട്ട് നമുക്ക് ഇതിലേക്ക് തുന്നിയെടുക്കാവുന്നതാണ്. എനിക്ക് എപ്പോഴും ഇത് വേണം ഒരു പ്രശ്നം, ഇങ്ങനെ കെട്ട് വീഴും. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ക്കുക, കെട്ട് വീഴാതെ. അങ്ങനെ അതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതൊരു യൂണിഫോം ഷർട്ടാണ്. അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.